മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാൽ. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാൽ. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ ആത്മാവോടും കൂടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ബലിയർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനത്തിൽ കർത്താവിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ ജീവചരിത്രമാണ് വായിച്ചു കേൾക്കുക. വിശുദ്ധ സ്റ്റീഫൻ തൻ്റെ പ്രാണൻ പോകുന്ന അവസരത്തിൽ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുക: കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈ ഒരു വിശ്വാസമാണ് നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കുവാൻ, കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ഭാവിയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നൽകുവാൻ ഞങ്ങളെവരെയും ഒരുക്കണമേ. ആഴമേറിയ വിശ്വാസത്തിൽ വളരുവാൻ കർത്താവെ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഈ പരിശുദ്ധമായ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയും. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപങ്ങൾ ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജലത്താലും പരിശുദ്ധാത്മാവാലും നവജന്മം പ്രാപിച്ചവർക്ക് സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തുവല്ലോ. അങ്ങേദാസരുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ കൃപ വർത്തമാനമാക്കണമേ. അങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ കാരുണ്യത്താൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതൊന്നും അവർക്ക് കുറവ് വരുത്താതിരിക്കുമാറാകട്ടെ. നീയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു മാടുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്
അക്കാലത്ത് എസ്തഫാനോസ് ജനങ്ങളോടും പ്രമാണികളോടും നിയമജ്ഞരോടും പറഞ്ഞു, മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിചിതരെ, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവരോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദേവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു, എങ്കിലും നിങ്ങളത് പാലിച്ചില്ല. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിൽ നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവുളെന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. അനന്തരം അവർ എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവെ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണത്തിൽ പ്രാപിച്ചു. സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അവിടുന്ന് എൻ്റെ അപേക്ഷയിലെയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമായുധം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജനങ്ങൾ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക?
അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നും അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും അപ്പം തന്നത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സാദരം കാഴ്ചയേകിടുന്നു, സർവവും നിൻ കാൽക്കലായി. സന്താപമോടെ എല്ലി അർപ്പണം, സംതൃപ്തിയോടിത നൽകിടുന്നു. സാദരം കാഴ്ചയേകിടുന്നു, സർവവും നിൻ കാൽക്കലായി. സന്താപമോടെ എല്ലി അർപ്പണം, സംതൃപ്തിയോടിത നൽകിടുന്നു. മാലാകമാർക്കും വിശുദ്ധർക്കുമൊപ്പം ആനന്ദ കീർത്തനമാലപിക്കാം. താലങ്ങളിൽ, ഹൃദയ താലങ്ങളിൽ കാണിക്കയേകിടാമീ നിമിഷം. പ്രിയ സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ നാമത്തിനെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ആഹ്ലാദത്തിൽ ആറാടുന്ന സഭയുടെ കാണിക്കകൾ സ്വീകരിക്കുകയും ഇത്രയേറെ സന്തോഷം അനുഭവിക്കുവാൻ അങ്ങിടയാക്കിയ സഭയ്ക്ക് നിത്യമായ ആനന്ദത്തിന്റെ ബലം പ്രദാനം ചെയ്യുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ.
ഈ ദിവ്യസിദ്ധന്റെ ഓർമ്മ കൊണ്ടാടവേ ആനന്ദിച്ചിടുവാനായി നാഥൻ നിത്യമനുഗ്രഹ പൂമാരി വർഷിച്ച് സത്യസഭയ്ക്കു നീ ഭാഗ്യമേകി പുണ്യത്തിലെന്നും നിറഞ്ഞു വിളങ്ങുമാ ധന്യന്റെ ജീവിത മാതൃകയാ ഞങ്ങളെന്നുമാ വിശ്വാസ ചൈതന്യതാ ദീപ്തിയിൽ സമോദം ഇടാനാ ആകയാലമോദ വായ്പോടെ വാഴുമാ സ്വർഗീയ ഗായക മാലാഖമാ ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവായി മഞ്ഞുകണം പോലെ കാണിക്കകളക പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തിരുമാറാകട്ടെ. അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം തന്നെ താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായി ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ
മഹാരഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ പാക്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിനോടും അനുഗ്രഹീതനായ ഫൗസലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിനോടും ഞങ്ങളുടെ കാവൽ മാലാഖമാരോടും കലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളില്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ,
അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പുരോഹിത കരങ്ങളിലുയരുമേ തിരുവോസ്തിയിൽ യേശുവിൻ തിരുമുഖം കാണാൻ ആശയോടണയുന്നു ഞാൻ. പുരോഹിത കരങ്ങളിലുയരുമേ തിരുവോസ്തിയിൽ യേശുവിൻ തിരുമുഖം കാണാൻ ആശയോടണയുന്നു ഞാൻ. ദിവ്യകാരുണ്യ സ്നേഹമേ ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നന്മയാം തേജസേ അനുദിനമാരാധന. ദിവ്യകാരുണ്യ സ്നേഹമേ ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നന്മയാം തേജസേ അനുദിനമാരാധന. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനത്തെ കരുണയോടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടുവാൻ അങ്ങ് തിരുമനസ്സായവരെ മഹത്വപൂർണമായ ശരീരത്തിന്റെ അക്ഷയമായ ഉത്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കോപ്പുകൈക്കൊരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പാപലേശമീശിടാതെ നിൻ പാദമാശ്രയിച്ചിടുന്നിവർ പാവന പ്രകാശധാരയിൽ ലീനരായിടേണമെന്നുമേ. നിന്റെ ആഗ്രഹത്തിനൊത്ത പോൽ എൻ പ്രവർത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവരം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വിലാപം അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായ അങ്ങ് നൽകിയല്ലോ. ഈ വിശുദ്ധൻ്റെ പുണ്യയോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പാതുവായിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ തൃപ്പാദത്തിങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുവാൻ കർത്താവീശ മിശിഹായോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുവാൻ പുണ്യവാളനോട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. പുണ്യവാളൻ്റെ അഴുകാത്ത നാവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ആലപിച്ച് പ്രാർത്ഥിക്കാം. നാവേ അനശ്വരനാവേ അഭിഷേകവചനത്തിൻ നിറവേ, അഴുകാത്ത നാവേ അനശ്വരനാവേ അഭിഷേകവചനത്തിൻ നിറവേ, അനശ്വര സ്നേഹപിതാവാം ദൈവത്തിൻ അപദാനമിത്രയോ വാഴ്ത്തി നീ അനവത്യ സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ നല്ല ദൈവത്തെ വാഴ്ത്തി. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ നല്ല ദൈവത്തെ വാഴ്ത്തി. നമുക്കൊരുമിച്ച് നവനാൾ ജപങ്ങൾ ഏറ്റുചൊല്ലാം. മഹാത്മാവായ മഹാത്മാവായ വിശുദ്ധ അന്തോണീസേ, വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഇഹത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങയെ അത്ഭുതകരമായ ശക്തിവിശേഷണങ്ങൾക്ക് അർഹനാക്കുന്നുവല്ലോ. ഒരേയൊരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതരായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തി പരിപൂർണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടുകൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ
എല്ലാ പ്രാർത്ഥനകളെയും മൗനപൂർവം നമുക്ക് വിശുദ്ധൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. മുഴുവൻ കൊറോണ വൈറസിൻ്റെ രോഗപീഠകളാൽ ക്ലേശിക്കുന്ന എല്ലാ മക്കളെയും രാജ്യങ്ങളെയും നമ്മുടെ രാജ്യത്തെയും നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ചൊല്ലാം. ലഭിച്ചു തരണമെന്ന് സകലവര പ്രസാദങ്ങളുടെ ഉറവയായിരിക്കുന്ന സർവേശ്വരന്റെ തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സകല വിശുദ്ധന്മാരുടെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ അന്തോണീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനോശരണത്തോടു കൂടി അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്ന നന്മകൾ ഞങ്ങൾക്ക് തന്നരുളണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ഞങ്ങൾക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ ഭരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓദന്യനായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ അങ്ങയെ വന്ദിക്കുന്നതാണെന്ന് അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണ് അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം വിശുദ്ധ അന്തോണീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. പ്രാർത്ഥനാ ഗാനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യ രശ്മിക്കിടും ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതോർത്തമാ പൊൻപാദങ്ങളിങ്ങും ആശ്രയം. പാവനാത്മാവായോരങ്ങു തൻ പ്രാർത്ഥന സഹായശക്തിയാൽ ശ്രേയസാർന്നു ഞങ്ങൾ വാഴുവാൻ പ്രീതനായി വരങ്ങൾ നൽകണേ. വേദനിച്ചിടുന്ന ചേതസും നീരേഴുന്ന നിർമിഴികളും കാഴ്ചവച്ചോ കൂപ്പിടും നീതാ കാതണച്ചോ കേൾക്ക നായക. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്കൊരുമിച്ച് പുണ്യവാളന് കൃതജ്ഞത അർപ്പിക്കാം.
അത്ഭുത പ്രവർത്തകനെന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളെന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോണീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപത്തിൽ നിന്ന് അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരുകയും ചെയ്യണമേ. ആമേൻ. അനുഗ്രഹ പ്രാർത്ഥന. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കൽ ഓടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തി, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. വിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ദൈവത്തിന് സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. തിരുവോസ്തിരൂപനായി ശക്തനായ ദൈവം ഇതാ നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതം മുഴുവൻ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പുണ്യവാനായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ കൺപാർക്കണമേ. ജീവിതത്തിൻ്റെ വേദനകളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും നമ്മുടെ രോഗാവസ്ഥകളും
അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നിവാനായ ദൈവമേ, അങ്ങയെ തിരുസന്നിധിയിൽ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ വാഴ്ത്തുന്നു. ഈശോയെ, അങ്ങ് സ്നേഹമായി, സൗഖ്യമായി, ശാന്തിയായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും അങ്ങ് കടന്നു വരണമേ. ഏറെ ഭയാശങ്കയിൽ കഴിയുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങളെയും അങ്ങ് കനിവാർന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. മാറാവ്യാധികളാൽ, പകർച്ചവ്യാധികളാൽ ക്ലേശിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തെയും ലോകം മുഴുവനെയും സൗഖ്യദായകനായ അങ്ങ് സൗഖ്യവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ. നമുക്കൊരുമിച്ച് ആലപിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ രോഗാവസ്ഥകളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈശോ നീ വരണേ, ഈശോ നീ വരണേ, ഈശോ നീ വരണേ, എൻ ഹൃദയത്തിൽ വരണേ. ഈശോ നീ വരണേ, ഈശോ നീ വരണേ, ഈശോ നീ വരണേ, എൻ ഹൃദയത്തിൽ വരണേ. ഈശോ നീ വരണേ. ഗുരുവും നാഥനും ദൈവവുമായ ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ രോഗപീഠകളിലേക്ക് എഴുന്നള്ളി വരുവാൻ ആത്മാർത്ഥമായി നമുക്ക് ഒരുമിച്ച് ആലപിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ ഹൃദയത്തിൽ വരണേ. ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ ഹൃദയത്തിൽ വരണേ. എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ ഭവനത്തിൽ വരണേ. ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ ഭവനത്തിൽ വരണേ. എൻ്റെ രോഗാവസ്ഥയിലേക്ക് വരണമേ എന്ന് നമുക്കൊരുമിച്ച് ആലപിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ രോഗത്തിൽ വരണേ. ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ രോഗത്തിൽ വരണേ. രോഗപീഠകളാൽ ക്ലേശിക്കുന്ന എല്ലാ മക്കളിലേക്കും എല്ലാ ലോകരാജ്യങ്ങളിലേക്കും ഈശോയെ അങ്ങ് ഉദ്ധിതനായി, അങ്ങ് ശാന്തിയായി കടന്നു വരണമേ. ഉയർത്തെഴുന്നേറ്റ് അങ്ങേ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് ആശംസിച്ച സമാധാനം, സന്തോഷം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ലോകം മുഴുവനും നൽകണമേ. കല്ലറയുടെ വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്ന മറിയം മഗ്ദലേനയോട് അങ്ങ് അരുൾ ചെയ്തല്ലോ, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ കണ്ണുനീർ തുടയ്ക്കുക. കാരുണ്യവാനായ ദൈവമേ, ഒത്തിരിയേറെ മക്കൾ കണ്ണീരൊഴുക്കുന്ന, ഒത്തിരി വേദനയുടെയും ഒത്തിരി സങ്കടങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും ഈ കാലഘട്ടത്തിൽ അങ്ങേ സമാധാനത്തിനായി, സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ശാന്തിയായി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ലോകം മുഴുവനിലുള്ള എല്ലാ മക്കളിലേക്കും ശാന്തിയായി വരണമേ എന്ന് എല്ലാ മക്കളും ഒന്ന് ആലപിച്ച് പ്രാർത്ഥിച്ച്. ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ,
പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് തന്നെ മുട്ടിനുമേൽ നിന്ന് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുക. സൗഖ്യദായകനായ, ശാന്തിദായകനായ, സ്നേഹദായകനായ ഈശോ നമ്മെ ഓരോരുത്തരെയും ഈ നിമിഷം തൊട്ടനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ആശീർവാദവും അനുഗ്രഹവും നമുക്ക് ഈ നിമിഷം ഏറ്റുവാങ്ങാം. എല്ലാവരും ആലപിച്ചൊന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തിരുവോസ്തിയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ രോഗങ്ങളിലേക്ക് അങ്ങ് സൗഖ്യമായി, ശാന്തിയായി കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യമായി വരണേ ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, സ്നേഹമായി വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ ജീവനായി വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ സ്നേഹമായി വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ ജീവനായി വരണേ. പരമാധികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രവർത്തനത്താൽ സുപ്രസിദ്ധനം വിശുദ്ധനേ, പാതുവായിലെന്തോണി പാരീതിൽ കൃപ ചൊരിയണേ. ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ, ധന്യമാം കരങ്ങളാലേ, വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെങ്ങും പൊഴിക്കണേ. വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെങ്ങും പൊഴിക്കണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനം വിശുദ്ധനേ, പാതുവായിലെന്തോണി പാരീതിൽ കൃപ ചൊരിയണേ. ജീവിത വ്യഥകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നു, ജീവിത വ്യഥകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നു. നിൻ പാദാംബോജം നമിച്ചിടാം, അൻപോടെ കൃപ ചൊരിയണേ. നിൻ പാദാംബോജം നമിച്ചിടാം, അൻപോടെ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തന